കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സകല ചരാചരങ്ങളെയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള സകല ജനത്തെയും അങ്ങയുടെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് പൊതിയണമേ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ സ്പർശനം കൊണ്ട് സുഖമാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പരിപാലിക്കണമേ. നന്മയുടെ പ്രകാശത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, സങ്കീർത്തനം 31 വചനം 37 ഇപ്രകാരം പറയുന്നു: നീതിമാൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ കുടികൊള്ളുന്നു, അവൻ്റെ പാദങ്ങൾ ഒരിക്കലും പിഴയ്ക്കുകയില്ല. നീതിമാൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ കുടികൊള്ളുന്നു, അവൻ്റെ പാദങ്ങൾ ഒരിക്കലും പിഴയ്ക്കുകയില്ല. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 21 മുതലുള്ള വചനങ്ങൾ: ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അതനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ വചനം ഒരു പ്രധാനപ്പെട്ട സന്ദേശം നമുക്കായി നൽകുകയാണ്. ദൈവത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട സന്ദേശം എഴുതി ചേർക്കുകയാണ്. വചനം പറയുകയാണ്: എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്നു. 1, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിക്കണം. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിക്കണം. അതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം. വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം. അതാണ് 2-ാമത്തെ കാര്യം. ആദ്യത്തെ കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ തിരിക്കാം. എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിക്കണം. വർദ്ധിച്ചു വരുന്ന തിന്മ നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ നമുക്കറിയാം. ദൈവം എത്ര സുന്ദരമായി ഭംഗിയായി രൂപകൽപ്പന ചെയ്ത്, ദൈവം എത്ര ശോഭനമായ രീതിയിൽ ക്രമീകരിച്ച് ജീവിക്കുവാൻ നമ്മെ അയച്ചതാണ് ഈ ലോകത്തിലേക്ക്. പക്ഷേ മനുഷ്യചിന്തയെയും അതിജീവിക്കുന്ന രീതിയിൽ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെയും നേട്ടങ്ങളെയും ലാഭങ്ങളെയും അതിജീവിക്കുന്ന രീതിയിൽ മനുഷ്യൻ്റെ തിന്മകൾ അവൻ്റെ സാഹചര്യങ്ങളിൽ പെരുകുകയാണ്. തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ ആദർശങ്ങളും മനുഷ്യനെ നാശത്തിലേക്കും വിനാശത്തിലേക്കും ദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കും തള്ളിയിടുന്ന ഭരണ തീരുമാനങ്ങളും ഇടപെടലുകളുമെല്ലാം മനുഷ്യൻ്റെ ജീവിത അവസ്ഥയെ കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് മനുഷ്യനെ നശിപ്പിക്കുന്ന ലഹരിയുടെയും മനുഷ്യനെ നശിപ്പിക്കുന്ന മാദക വസ്തുക്കളുടെയും മനുഷ്യനെ നശിപ്പിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളും വർദ്ധിച്ചു വരികയാണ്. വീണ്ടും മറ്റൊരു വശത്ത് മനുഷ്യൻ നിർമ്മിതങ്ങളായ തിന്മകൾ കൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന രീതികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണപരമായ ഇടപെടലുകളും ഒപ്പം ഓരോരോ സ്ഥാപനങ്ങളുടെ മലിനമായ സാഹചര്യങ്ങളും മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും മനുഷ്യജീവിതം ചോദ്യം ചെയ്യപ്പെടുകയും മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രത ചോദ്യം ചെയ്യപ്പെടുകയും മനുഷ്യജീവിതത്തിൻ്റെ ധാർമ്മികത നിഷേധിക്കപ്പെടുകയും മനുഷ്യജീവിതത്തിൻ്റെ ശോഭായമാനമായ അവസ്ഥ നശിപ്പിക്കപ്പെടുകയും
മനുഷ്യജീവിതത്തിൻ്റെ ദൈവികത നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ക്രൂരമായ, നിന്ദ്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നതാണ് പരമാർത്ഥം. മനുഷ്യൻ്റെ തന്നെ ജഡാസക്തി മനുഷ്യനെ കീഴ്പ്പെടുത്തുകയാണ്. ജഡാസക്തിക്ക് കൊടുക്കുന്ന അമിതമായ ഉത്തേജനവും ആ ഉത്തേജനത്തിനു വേണ്ടിയുള്ള മാർഗങ്ങളും ഇന്ന് മനുഷ്യജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ വർദ്ധിച്ചു വരുന്ന തിന്മ ഉപേക്ഷിക്കണം. അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിക്കണം. മരുഭൂമിയിലെ പിതാവായ ആബ പക്കോമിയോസിൻ്റെ അടുത്ത് ചെന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു, എനിക്ക് ദൈവത്തെ കാണണം. താങ്കൾ ദൈവത്തെ കാണുന്നുണ്ടോ? ശിഷ്യൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ആബ പക്കോമിയോസ് മറുപടി പറഞ്ഞു, ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. ഉടനെ ഉത്സുകനായി ശിഷ്യൻ ചോദിച്ചു, എവിടെ? വീണ്ടും അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പക്കോമിയോസ് പറഞ്ഞു, ഞാൻ നിൻ്റെ കണ്ണുകളിൽ ദൈവത്തെ കാണുന്നുണ്ട്. ഞാൻ നിൻ്റെ കണ്ണുകളിൽ ദൈവത്തെ കാണുന്നുണ്ട്. അവന് മനസ്സിലായി, ഗുരു പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. സഹോദരങ്ങളിൽ ദൈവത്തെ കാണുന്നതിനുള്ള ആ ചൈതന്യം അവനിൽ ഉണ്ടാകണമെന്ന് ഗുരു പഠിപ്പിച്ചു. ഉടനെ അവൻ അടുത്ത ചോദ്യം ചോദിച്ചു, എൻ്റെ സഹോദരനിൽ ദൈവത്തെ കാണുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണ്? എൻ്റെ സഹോദരനിൽ, അവൻ്റെ കണ്ണുകളിൽ ദൈവത്തെ കാണുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണ്? ഗുരു അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, ജഡത്തിൻ്റെ പ്രവണതകളാണ് നിൻ്റെ സഹോദരൻ്റെ കണ്ണുകളിൽ നിന്ന് ദൈവത്തെ മറച്ചു കളയുന്നത്. അവൻ വീണ്ടും ചോദിച്ചു, ഗുരു എന്താണ് ജഡത്തിൻ്റെ പ്രവണതകൾ? ഉടനെ ആബ പക്കോമിയോസ് അവനോട് പറയുകയാണ്, മകനെ, 3 കാര്യങ്ങളാണ് ജഡത്തിൻ്റെ പ്രവണതകൾ. ഫുഡ്, സ്ലീപ്പ്, സെക്സ്. ഭക്ഷണം, ഉറക്കം, ലൈംഗികത. ഇത് 3ഉമാണ് ജഡത്തിൻ്റെ പ്രവണതകൾ. ഉടനെ പക്കോമിയോസ് അവനോട് പറയുകയാണ്, ജഡത്തിൻ്റെ പ്രവണതകളാണ് നിൻ്റെ സഹോദരൻ്റെ കണ്ണുകളിൽ നിന്ന് ദൈവത്തെ മറച്ചു നിർത്തുന്നത്. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 13-ാം വചനം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. എന്നാൽ ആത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ പ്രവണതകളെ നിങ്ങൾ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന, ചെയ്യുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ആദ്യ കാര്യം ഇതാണ്. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിക്കണം. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയ്ക്ക് 3 കാര്യങ്ങളാണ് ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. ഫുഡ്, സ്ലീപ്പ്, സെക്സ്. ഭക്ഷണം. വിശപ്പടക്കുന്നതിനു വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തെ അല്ല ഇവിടെ സൂചിപ്പിക്കുക, മറിച്ച് തീറ്റഭ്രാന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, തീറ്റഭ്രാന്തിനെ അടക്കുവാൻ വേണ്ടി, അമിതമായ ആർത്തി അടക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷണത്തെയാണ്, ആ തീറ്റഭ്രാന്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുക. ഉറക്കം. ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വിശ്രമത്തെക്കുറിച്ചല്ല സൂചിപ്പിക്കുക, മറിച്ച് ഇത് തീറ്റയുടെയും കുടിയുടെയും ആ വിശ്രമമുണ്ടല്ലോ, ആയുഷാരാമത്തിൻ്റെ ആ ഒരു സുഖസുഷുപ്തിയുടെ ആ ചിന്തയെയാണ് ഇവിടെ ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത്. ഉറക്കം, വിശ്രമം, നിയന്ത്രണമില്ലാത്ത വിശ്രമം, അർത്ഥമില്ലാത്ത വിശ്രമം, ഫലശൂന്യമായ വിശ്രമം, മനുഷ്യത്വത്തിൻ്റെ നന്മയെ നശിപ്പിക്കുന്ന വിശ്രമം. അതാണ് വീണ്ടും ലൈംഗികത. മനുഷ്യജീവിതത്തിൻ്റെ ആ ശോഭയെയും മനുഷ്യജീവിതത്തിൻ്റെ മഹത്വത്തെയും പരിപാലിക്കുന്ന ലൈംഗികത എന്ന പുണ്യത്തെ അല്ല സൂചിപ്പിക്കുക, മറിച്ച് മനുഷ്യത്വത്തെ കാർന്നു തിന്നുന്ന, മനുഷ്യത്വത്തിൻ്റെ നന്മയെ നശിപ്പിക്കുന്ന ജഡാസക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുക. ഭക്ഷണാസക്തിയെയും വിശ്രമാസക്തിയെയും ജഡാസക്തിയെയുമാണ് ഇവിടെ സൂചിപ്പിക്കുക.
ഭക്ഷണാസക്തിയും വിശ്രമാസക്തിയും ജഡാസക്തിയും മനുഷ്യൻ്റെ ചുറ്റിലും അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അനുനിമിഷം തിന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നിൻ്റെ സാഹചര്യങ്ങൾ. ഏത് മാധ്യമങ്ങളിലേക്ക് കണ്ണോടിച്ചാലും, പത്രമാധ്യമ സമ്പർക്ക മാധ്യമങ്ങളിലേക്ക് കണ്ണുകൾ ഓടിച്ചാലും മനുഷ്യത്വത്തിൻ്റെ നന്മയെ ഹനിക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠതയെ നിഷേധിക്കുന്ന ആസക്തികളുടെ സ്വാധീനങ്ങളാണ് കാണുക, ആസക്തിയുടെ പ്രവണതകളാണ് കാണുക. വചനം പഠിപ്പിക്കുകയാണ്, എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിക്കണം. അപ്പോൾ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൻ്റെ ശക്തിയാൽ നിഹനിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ആത്മാവിൻ്റെ മക്കളാണ്, ദൈവ ചൈതന്യത്തിൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിക്കണം. ജഡത്തിൻ്റെ ആസക്തികളെ ഹനിക്കുക, ആസക്തികളെ നിയന്ത്രിക്കുക. ഒരു പരിധിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഓർക്കുക, ഈ 3 ആസക്തികളുമായി ബന്ധപ്പെട്ട വ്യാപാര വ്യവസായങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ, ഈ ലോകത്ത് മുഴുവൻ വർദ്ധിച്ചു വരുന്ന മുഴുവൻ. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്ന വ്യാപാര വ്യവസായങ്ങളെ ചിന്തിച്ചു നോക്കുക. അത് 3 ഈ ആസക്തിയുമായി ബന്ധപ്പെട്ട വ്യാപാര വ്യവസായങ്ങളാണ്. ഭക്ഷണം യാതൊരുവിധ നിയന്ത്രണവുമില്ലാത്ത ക്രമരഹിതമായ ഭക്ഷണ ശൈലിയെ, ആസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാപാര വ്യവസായ സംരംഭങ്ങളാണ് കേരളത്തിൻ്റെ തെരുവുകളും കേരളത്തിൻ്റെ പാതയോരങ്ങളും കേരളത്തിൻ്റെ പട്ടണങ്ങളും കേരളത്തിലെ മാൾ സിസ്റ്റവുമെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. വീണ്ടും വിശ്രമം, ലഹരി, ഈ ഒരു വിശ്രമത്തെ ജ്വലിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന ലഹരിയുടെ ഒരു ലോകമാണ് നമുക്ക് ചുറ്റും ഉയർന്നു വരുന്നത്. 24,800 കൂടുതൽ കേസുകളാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 31,000 യുവതീയുവാക്കളാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ ലഹരി കടത്തുമായി, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിടിയിലായത്. ഒന്ന് ഓർത്തു നോക്കുക, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ആസക്തിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഈ ആസക്തിയുടെ സ്വാധീനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഭവനങ്ങളെയൊക്കെ കീഴടക്കി കഴിഞ്ഞു. വീണ്ടും 3-ാമത്തേത് ലൈംഗികത. പോർണോഗ്രഫിയുടെയും അശ്ലീലതയുടെയും ഒരു വലിയ സമുദ്രം നമുക്ക് ചുറ്റും തിളച്ചു മറിയുകയാണ്. അശുദ്ധി, മനുഷ്യൻ്റെ നഗ്നത കൊണ്ട് മനുഷ്യൻ്റെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, മനുഷ്യൻ്റെ നഗ്നത കൊണ്ട് മനുഷ്യത്വത്തിൻ്റെ നന്മയെ നശിപ്പിക്കുന്ന ഈ നഗ്നതയുടെ സ്വാധീനത്തിലേക്ക് മനുഷ്യ മനസ്സിനെ വലിച്ചടുപ്പിച്ച് ആ ആസക്തിയിൽ തുടർന്നുണ്ടാകുന്ന പെരുമാറ്റ ശൈലികളിലും തഴക്കദോഷങ്ങളിലും അവനെ കെട്ടിയിടുന്ന, അവൻ്റെ മനുഷ്യത്വത്തെയും സ്വഭാവത്തെയും കെട്ടിയിട്ട് നശിപ്പിക്കുന്ന ആസക്തിയുടെ വ്യവസായ സംരംഭങ്ങളാണ് ഉയർന്നു വരുന്നത്. ലോകത്ത് ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന വ്യാപാര സംരംഭങ്ങൾ മുഴുവനും മനുഷ്യൻ്റെ ഈ 3 ആസക്തികളെയും ഉജ്ജ്വലിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന, നശിപ്പിക്കാൻ വേണ്ടി ഉത്തേജിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവയെ നിയന്ത്രിക്കുക, ആത്മാവിൽ ജനിക്കുക എന്ന് വചനം പഠിപ്പിക്കുന്നു. 2-ാമത്തേത്, വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കാൻ അവിടുന്ന് വചനം പഠിപ്പിക്കുന്നു. ഈശോ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവൻ നിങ്ങൾക്ക് നൽകും. വചനമാണ്, വാഗ്ദാനമാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 14-ാം വചനം, കുഞ്ഞാടിൻ്റെ രക്തം എത്രയധികമായി നിങ്ങളുടെ മനസാക്ഷിയെ അശുദ്ധിയിൽ നിന്ന് വിമോചിപ്പിക്കുകയില്ല. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം അനുഭവമായി നമുക്ക് നൽകുന്നത് ഈ വചനമാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ എന്ന് യോഹന്നാൻ മാംദാന ജോർദാൻ നദിയുടെ തീരത്ത് വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ
ഇതാ ആ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ പാപമോചനത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയായി പകരുന്നത് ഈ വചനാനുഭവത്തിലൂടെയാണ്. വീണ്ടും 1 തെസ്സലോനിയർ 5:23 ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ ശരീരവും മനസ്സും ആത്മാവും പാപമില്ലാത്തതായി കാത്തു സൂക്ഷിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പാപമില്ലാത്തതായി കാത്തു സൂക്ഷിക്കുന്നത് ഈ വചനാനുഭവത്തിലൂടെയാണ്. വീണ്ടും ലൂക്ക 24:13 തന്നോടൊപ്പം എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മനസ്സിൻ്റെ ആകുലതകളെ കർത്താവ് പുറത്തെടുക്കുകയാണ്. ആ പുറത്തെടുത്തിട്ട് അവരുടെ ആകുലതകളും നിരാശാബോധവുമെല്ലാം സംസാരിച്ച് തീർക്കുവാൻ അനുവദിച്ചിട്ട് കർത്താവ് തിരിച്ച് അവരുടെ കാലിയായ മനസ്സിലേക്ക് നിറച്ചു കൊടുക്കുന്നത് എന്താണ്? വചനമാണ്. വചനമെന്ന ഔഷധമാണ്, വചനമെന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് രണ്ടാമതായി വചനം പറയുന്നത് വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. എന്നിട്ട് മൂന്നാമത്തെ കാര്യം വചനം പഠിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് അനുവർത്തിക്കുന്നവരുമാകാൻ ദൈവം നമ്മെ വിളിക്കുന്നു. നമ്മുടെ തെരുവോരങ്ങൾ വചനം അനുവർത്തിക്കുന്നവരെ കാണുവാനിടയാകണം. നമ്മുടെ ഷോപ്പിംഗ് മോളുകളും നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും നമ്മുടെ സ്കൂളുകളും നമ്മുടെ അരമനകളും നമ്മുടെ പള്ളിക്കെട്ടിടങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര ശുശ്രൂഷ മേഖലകളും നമ്മുടെ അതിനൂതനങ്ങളായ സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കുന്ന പരിശീലന പദ്ധതികളും പരിശീലന സ്ഥാപനങ്ങളുമെല്ലാം ഈ ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്ന ദൈവവചനം ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെ കാണണം, വ്യക്തിത്വങ്ങളുടെ സാക്ഷ്യം സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മിൽ തൻ്റെ ചൈതന്യം പങ്കുവയ്ക്കുന്നത് ആസക്തികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ആസക്തികളെ നിയന്ത്രിക്കുന്നത് വഴി ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ആ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാം പാലിക്കേണ്ട ദൈവത്തിൻ്റെ വചനങ്ങളാണ്. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിൻ്റെ വചനം വിനയപൂർവ്വം സ്വീകരിക്കുവാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകമാസകലമുള്ള സകല ജനവും കർത്താവേ, ഞങ്ങളുടെ മനസ്സ് തുറക്കുന്നു. ആത്മാവിൽ ശാന്തിയായി സമാധാനമായി പരിശുദ്ധിയായി പെയ്തിറങ്ങണമേ. ആസക്തികളെ നിയന്ത്രിക്കുവാൻ വചനശക്തി നൽകണമേ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ വചനത്തെ പാലിക്കുന്നവരും ജീവിക്കുന്നവരുമാകുവാൻ എനിക്കിട വരുത്തണമേ. ഈശോ മിശിഹായോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.